സാഹിത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സഹിതസ്യ ഭാവം എന്നാണല്ലോ. സഹിതസ്യ ഭാവം സാഹിത്യമെന്ന്. കവിക്ക് സമാന ഹൃദയമുള്ളവനാണ് സഹൃദയൻ എന്നാണ് സങ്കല്പം. അപ്പോൾ സഹൃദയന് രസിക്കത്തക്ക രീതിയിൽ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ രചയിതാവ്, ഒരു കവി കർമ്മ കുശലൻ രചന നിർവഹിക്കുമ്പോൾ അത് ആസ്വാദകൻ്റെ പക്ഷത്തു നിന്നുകൂടി ചിന്തിച്ചുകൊണ്ടുള്ള രചനയായിരിക്കും. ഏതെങ്കിലും ഒരു നന്മ ഉദ്ദേശിച്ചാണ് പണ്ട് കാലത്തുള്ള രചനകളെല്ലാം ഉണ്ടായിട്ടുള്ളത്. കാളിദാസൻ്റെ കൃതികൾ മുതൽ എടുത്തുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കിട്ടും. ആദ്യമായിട്ടുണ്ടായ ഇതിഹാസങ്ങൾ രാമായണവും മഹാഭാരതവും പോലും മനുഷ്യ നന്മയെ മുൻനിർത്തി എഴുതിക്കപ്പെട്ടിട്ടുള്ള പ്രാമാണിക ഗ്രന്ഥങ്ങളാണ് ഇതിഹാസങ്ങൾ. അപ്പോൾ ഏതായാലും അവയുടെയൊക്കെ പിന്നിലെ രചനാ തത്വം എന്തെന്ന് അന്വേഷിക്കുകയായിരുന്നു പിൽക്കാലത്ത് എല്ലാ അലങ്കാരികന്മാരും ചെയ്തത്. അങ്ങനെ അന്വേഷിച്ചവർക്കെല്ലാം പ്രചോദനം നൽകുന്ന ഒരു കൃതിയായിരുന്നു ഈ നാട്യശാസ്ത്രം. കാവ്യകലയുടെ തത്വം മാത്രമല്ല, ഈ നൃത്തം, നൃത്യം, നാട്യം ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകലതിൻ്റെയും പൊരുൾ ആണ് നാട്യശാസ്ത്രത്തിൽ പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു 6000 ശ്ലോകങ്ങൾ ഉള്ളതുകൊണ്ട് ഷഡ്സാഹസ്രി എന്ന പ്രസിദ്ധമായ കൃതിയാണ്. നാട്യശാസ്ത്രത്തിലെ പ്രധാനമായിട്ടും പരാമർശിക്കുന്ന വിഷയങ്ങൾ പലതാണ്. അതായത് രംഗത്ത് ഇങ്ങനെ ഒരു കഥ തന്നെ ഉണ്ടല്ലോ. ദേവലോകത്ത് വിനോദ ഉപാധിയായിട്ട് ഒരു കല വികസിപ്പിച്ചെടുത്തുവെന്നും ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം അത് ബ്രഹ്മാവും എല്ലാവരും കൂടെ ചേർന്ന് സദസ്സിൽ അവതരിപ്പിച്ചപ്പോൾ അത്ര കണ്ട് ഭംഗിയായില്ല എന്നും വിമർശനങ്ങൾ ഉണ്ടായെന്നും അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു കൃതി രചിക്കാനായിട്ട് ഭരതമുനിയെ ചുമതലപ്പെടുത്തുന്നതെന്നും അങ്ങനെ ദേവലോകത്തിലെ നടീനടന്മാരായി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ദേവന്മാർക്ക് വേണ്ടി അദ്ദേഹം അത് എഴുതിയെന്നും എഴുതിയ അതിൽ അത് സംപ്രീതനായ ദേവലോകത്തിലുള്ളവർ അനുഗ്രഹിച്ചാണ് അത് അതിന് ഉപയുക്തമായിട്ടുള്ള കാര്യങ്ങളെ ക്രമീകരിച്ച് എഴുതി അത് നാട്യശാസ്ത്രം ഭൂമിയിലുള്ളവർക്കും ലഭ്യമായത് ഒക്കെയുള്ള ഒരു സങ്കല്പം. ഏതായാലും അതവിടെ നിൽക്കട്ടെ. 6000 ശ്ലോകങ്ങളുള്ള ഈ നാട്യശാസ്ത്രമാണ് പിൽക്കാലത്ത് കാവ്യശാസ്ത്രകാരന്മാരായ ഭാരതീയാചാര്യന്മാർക്കെല്ലാം മാർഗദർശനം അരുളിയിരുന്നുള്ളതാണ് സത്യം. രംഗസംവിധാനം, അതിനെക്കുറിച്ച് ഈ കൃതിയിൽ പറയുന്നുണ്ട്. നമ്മൾ അഭിനേതാക്കൾ രംഗത്ത് എങ്ങനെ പെരുമാറണം, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള നിയമം കൃത്യമായും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് രംഗം ഒരുക്കേണ്ടത് എന്നുള്ളത്, പിന്നെ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്, നാടകമാകട്ടെ മറ്റേതെങ്കിലും കലകളാകട്ടെ, അത് അവതരണം എങ്ങനെയായിരിക്കണം, ഇനി അഭിനയത്തിൻ്റെ രീതികൾ എന്തൊക്കെയാണ്, അത് ഏത് വിധത്തിലാകണം, എന്തൊക്കെ പരിഗണിക്കണം എന്നുള്ള കാര്യങ്ങൾ, അതിന് വേഷത്തിലായാലും സംസാരത്തിലായാലും ഒക്കെ എങ്ങനെ വേണം, ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം ഇവയൊക്കെ ഏത് വിധത്തിൽ വേണം എന്നൊക്കെ ഉള്ളതാണ് അഭിനയം. പിന്നെ നൃത്തത്തിൻ്റെ വിവിധ രീതികൾ, അതിൻ്റെ ഓരോ നൃത്തത്തിൻ്റെയും സവിശേഷതകൾക്കനുസരിച്ച് ഭാവവും മറ്റ് കാര്യങ്ങളും സ്വീകരിക്കേണ്ടത്, അതിൻ്റെ വേഷഭൂഷാദികൾ എങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള നൃത്തത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ്. പിന്നെ ഗീതം, മനോഹരമായ സംഗീതകല ഏത് രീതിയിലായിരിക്കണം, ആ സംഗീതകലയിൽ ശ്രദ്ധിക്കേണ്ട പ്രാഥമികവും പ്രധാനവുമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് അത് പഞ്ചമവേദം എന്ന് ആ ഒരു വിശേഷത്തിന് അർഹമായത്. മാത്രമല്ല, ഈ അഭിനയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എഴുതുന്നതിന് അദ്ദേഹം അഭിനയം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെ അദ്ദേഹം സ്വീകരിക്കുന്നത് യജുർവേദത്തിൽ. അഭിനയം യജുർവേദം, അതായത് 4 വേദങ്ങളുണ്ടല്ലോ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് പറഞ്ഞ 4 വേദങ്ങളുണ്ട്. അതിൽ ആ 4 വേദത്തിൽ ഒന്ന് യജുർവേദമാണ്. ആ യജുർവേദത്തിൽ നിന്നാണ് അഭിനയത്തെക്കുറിച്ചുള്ള രീതികളെല്ലാം അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥർവവേദം സ്വാധീനം, അഥർവവേദത്തിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന രസമാണ്.
രസത്തെക്കുറിച്ചുള്ള സങ്കല്പം അത് മനുഷ്യ മനസ്സിൽ ഉയർത്തിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ള ആ ഒരു സൂചന വ്യക്തമായിട്ടും നൽകുന്നു, നിർവചന സഹിതം നൽകുന്നുണ്ട് അദ്ദേഹം. അതിനുവേണ്ടി അദ്ദേഹം ആശ്രയിച്ചത് യഥാർത്ഥത്തിൽ രസത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വേദമായിട്ടുള്ള അഥർവവേദം. അഥർവവേദം അത് ആ വേദങ്ങളൊക്കെ ഓരോന്നും ഓരോ ലക്ഷ്യത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അതിൽ ഋഗ്വേദമാണ് ഏറ്റവും നല്ല രചനയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളത് വേദം. അപ്പോൾ വാക്കിൻ്റെ ഉച്ചാരണത്തിനായിട്ട് സ്വീകരിക്കപ്പെട്ട വേദമായിരുന്നു അത് ഋഗ്വേദം എന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ചുള്ള ആ അർത്ഥതലങ്ങളാണ് അദ്ദേഹം ഉൾക്കൊണ്ടത്. എന്നിട്ട് ഈ നാട്യശാസ്ത്രം രചിച്ചപ്പോൾ അതിന് തന്നെ 4 വൃത്തികൾ അദ്ദേഹം ചേർത്തിട്ടുണ്ട്. വൃത്തികൾ ഒരു പണ്ടത്തെ രചനയുടെ ഒരു സവിശേഷതയാണ്. ഭാരതി, സാത്വകി, കൈശികി, ആര്യപ്പടി എന്നിവയാണ് പ്രധാനമായിട്ടും നാട്യശാസ്ത്രത്തിൽ പറയുന്നത്. ഈ അഭിനയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആണെങ്കിലും കാവ്യത്തിനും യോജിക്കുന്നതാണ്. ഭാരതി, സാത്വികി, കൈശികി, ആര്യപ്പടി ഓരോ ദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ആ പേര് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. എന്നാൽ അതേസമയം ആവന്തി, ദാക്ഷിണാത്യ, ഉഡ്രമാഗധി, പാഞ്ചാലി, ആവന്തി, ദാക്ഷിണാത്യ, ഉഡ്രമാഗധി, പാഞ്ചാലി എന്നിങ്ങനെയും വൃത്തികൾ കൽപ്പിക്കുന്നു. ഇനി നാട്യത്തിൻ്റെ അംഗങ്ങളെക്കുറിച്ച് പറയുന്നു. നാട്യത്തിൻ്റെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ പാഠ്യം, ഗീതം, പാഠം പ്രധാനപ്പെട്ട ആണ്. നമ്മൾ ഇതിവൃത്തം എന്ന് പറയുന്നത് അത് പ്രധാനമാണല്ലോ, അതുപോലെ തന്നെ പാഠം. അതുപോലെ തന്നെ ഗീതം, ഇവിടെ മ്യൂസിക്, സംഗീതം. അഭിനയം, ആക്ടിങ്. രസം, ഒരു വികാരങ്ങൾ ഉള്ള ഇമോഷൻസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതൊക്കെ നാട്യ അംഗങ്ങളാണ്, നാട്യത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള ഘടകങ്ങളായിട്ടാണ് പാഠ്യം, ഗീതം, അഭിനയം, രസം എന്നിവയെ കൽപ്പിച്ചിട്ടുള്ളത്. അഭിനയം എന്ന് പറഞ്ഞാൽ ആഭിമുഖ്യേന നയിക്കുന്നത് എന്നുള്ളതാണ്. ഒക്കെ അതുമായിട്ടൊരു ആഭിമുഖ്യമുണ്ടായി അത് നമ്മളാൽ ചെയ്യപ്പെടുന്നു എന്നുള്ള വാക്കിൻ്റെ ഒരു ആശയം എന്ന് പറയാവുന്നു. കാവ്യത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ കാവ്യവൃത്തിയെക്കുറിച്ച് അല്ലെങ്കിൽ കവിതാരചനയെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും 16-ാം അധ്യായത്തിലാണ്. നാട്യശാസ്ത്രത്തിലെ 16-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ച കാണുന്നു. യഥാർത്ഥത്തിൽ അത് പിന്നീട് നമ്മുടെ അഭിനവ ഭാരതിയിലെ അഭിനവഗുപ്തൻ നന്നായിട്ട് വ്യാഖ്യാനം ചമയ്ക്കുന്നുണ്ട്. രസ ചർച്ച നടക്കുന്നു, ഭാവ ചർച്ച നടക്കുന്നു. 16-17 അധ്യായങ്ങളിലായിട്ട് നടക്കുന്നു. വൃത്തങ്ങളെക്കുറിച്ച് 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിലേക്ക് വെച്ച് വൃത്തങ്ങളെക്കുറിച്ച് അലങ്കാര ചർച്ച 17-ാം അധ്യായത്തിലാണ്. അലങ്കാര ചർച്ച 17-ാം അധ്യായത്തിലാണ്. അതുപോലെ തന്നെ അദ്ദേഹം രസത്തിനെ നിർവചിക്കുന്നുണ്ട്. തത്ര വിഭാവാനുഭാവ വിചാരി സംയോഗാത് രസനിഷ്പത്തി. അതിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. അപ്പോൾ അതും യഥാർത്ഥത്തിൽ ഭരതൻ്റെ നാട്യശാസ്ത്രത്തിലേതാണ്, ഈ ഭാഗത്തുള്ളതാണ്. ഈ 16 അധ്യായം ഉൾപ്പെടുന്നതാണ്. 29-ാമത്തെ അധ്യായം ഒരു സംഗീത വാദനത്തെക്കുറിച്ചാണ്. വീണയിൽ സംഗീതവാദനം നടത്തുന്നതിനെ സംബന്ധിച്ചാണ്. എല്ലാവിധത്തിലുള്ള സംഗീതത്തെക്കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വീണയിലെ സംഗീതവാദനത്തെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടി ഒരു അധ്യായം മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് 29-ാമത്തെ അധ്യായം. പിന്നെ 36-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഇത്രയാണ് ആകെ ഉള്ളത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ 36-ാമത്തെ അധ്യായത്തിൽ യഥാർത്ഥത്തിൽ നാട്യം എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയാണ്. നാട്യ അവതരണമാണ് 36-ാമത്തെ അധ്യായത്തിൽ. പിന്നീട് കാണുന്നത് ഇവിടെ ഈ നാടകവും മറ്റും ഒക്കെ അവതരിപ്പിക്കുന്നു. അതിനൊക്കെ ഈ ദശരൂപങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പോൾ അതിൽ മുഖം, പ്രതിമുഖം, ഗർഭം, വിമർശം, നിർവഹണം എന്നിവയെക്കുറിച്ചൊക്കെ വിവരിക്കുന്നു. അത് 21-ാമത്തെ അധ്യായത്തിലാണ് ആ കാര്യങ്ങളൊക്കെ വിവരിക്കുന്നത്. ഭരതമുനി 4 വൃത്തികൾ കൽപ്പിക്കുന്നതായിട്ട് പറയുന്നല്ലോ. അതിനെയൊക്കെ
ഉപേക്ഷിച്ചിട്ട് 3 വൃത്തികളിൽ അത് എല്ലാം ഉള്ളടക്കം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞത് ഉത്ഭടനായി. ഉത്ഭടൻ്റെ കാവ്യാലങ്കാരം എന്ന് പറഞ്ഞിട്ട് ഉത്ഭടാലങ്കാരം എന്ന് പറഞ്ഞിട്ടൊരു കൃതി ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പലരുടെയും വ്യാഖ്യാനത്തിന് നിഷ്പത്തി എന്ന അദ്ദേഹത്തിൻ്റെ സൂത്രത്തിലെ വാക്കിന് ഉൽപ്പത്തി എന്നുള്ള അർത്ഥം കൊടുത്തത് പട്ടലൊല്ലടനായി. അതുപോലെ തന്നെ ദീർഘവ്യാപാരവാദം ഉന്നയിക്കുകയും ചെയ്തു ഭട്ടലൊല്ലടൻ. 4 തരം വാദ്യങ്ങളെക്കുറിച്ച് നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. വാദ്യങ്ങളെക്കുറിച്ച് 4 തരം വാദ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് 29ാമത്തെ അധ്യായത്തിൽ തന്നെ. 29ാമത്തെ അധ്യായത്തിലാണ് വിവിധതരം വാദ്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്. ഭാരതീയ കാവ്യശാസ്ത്ര പദ്ധതി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സരണി പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും വലിയ ആലങ്കാരിക ഗ്രന്ഥമെന്ന് പറയാവുന്നത് ഭോജൻ എഴുതി ഭാരതീയ കാവ്യശാസ്ത്ര സരണിയിലെ ഏറ്റവും വലിയ ആലങ്കാരിക ഗ്രന്ഥമെന്ന് പറയാവുന്നത് പിന്നെ അത് അത്ര കണ്ട് പ്രചാരം സിദ്ധിച്ചില്ലെങ്കിലും അതിൽ കാര്യമായ കാര്യങ്ങൾ പലതും ഉണ്ട്. അത് ശൃംഗാരപ്രകാശം എന്ന ഭോജൻ്റെ രചനയാണ്. ശൃംഗാരപ്രകാശം. അപ്പോൾ വ്യാഖ്യാനങ്ങൾ എഴുതിക്കൊണ്ട് മൗലികമായ രചന നടത്തിയ ആചാര്യന്മാർക്കൊപ്പം സ്ഥാനം നേടിയ ആളാണ് അഭിനവഗുപ്തൻ. അഭിനവഗുപ്തൻ്റെ അഭിനവ ഭാരതിയും ധ്വന്യാലോകലോചനവും വളരെ പ്രസിദ്ധമായിരുന്നു. അപ്പോൾ വ്യാഖ്യാതാവേത്തി എന്ന് പറയുന്നത് പോലെ ഈ വ്യാഖ്യാനങ്ങളാണ് പിൽക്കാലത്ത് പലർക്കും തത്വങ്ങളെ നിർദ്ധാരണം ചെയ്ത് വ്യക്തമായ രീതിയിൽ അതിനെ നിയതമായി വ്യവസ്ഥപ്പെടുത്താനൊക്കെ സഹായകമായതെന്നുള്ളതാണ്. പക്ഷെ അതിൽ എല്ലാ വ്യാഖ്യാനങ്ങളും പരിഗണിക്കപ്പെടുമെങ്കിലും 1-2 വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ രസസൂത്രത്തിന് തന്നെ ഉണ്ടായിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ അഭിനവഗുപ്തൻ്റെ അഭിവ്യക്തിവാദത്തിനാണ് അംഗീകാരം ഉണ്ടായിട്ടുള്ളത്. ഭട്ടലൊല്ലടൻ്റെ സാധാരണീകരണവും അംഗീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ദുഷ്കവിത്വം സാക്ഷാൽ മൃതിയാണ് എന്ന് അഭിപ്രായപ്പെട്ട ഒരു ആചാര്യൻ നമുക്കുണ്ടായിരുന്നു. ഭാമകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അലങ്കാരങ്ങളില്ലാത്ത വാക്കിനെ വെറും വാർത്തയായിട്ടാണ് ഭാമകൻ കാണുന്നത്. അലങ്കാരങ്ങളില്ലാത്ത വാക്കിനെ വാർത്തയായി കാണുന്ന ആചാര്യനായിരുന്നു ഭാമകൻ. ഭാമകൻ്റെ കാവ്യാലങ്കാരം വളരെ പ്രസിദ്ധമാണ്. കാവ്യരചനയെ മാലക്കെട്ടിനോട് ആണ് ആചാര്യൻ ഭാമകൻ സാദൃശ്യപ്പെടുത്തുന്നത്. അലങ്കാരങ്ങൾക്കെല്ലാം ഇരിപ്പിടമായിട്ടുള്ളത് വക്രോക്തിയാണെന്നും ഭാമകൻ വിശദമാക്കുന്നുണ്ട്. അത് അദ്ദേഹം അതിശയോക്തി വിഭാഗത്തിൽപ്പെട്ട അലങ്കാരങ്ങളെക്കുറിച്ച് ഭാമകൻ പറയുമ്പോഴാണ് അലങ്കാരങ്ങളുടെ ഇരിപ്പിടമായി ഭാമകൻ വക്രോക്തിയെ നിരീക്ഷിക്കുന്നത്. മുന്നേ അദ്ദേഹം അലങ്കാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ അതിശയോക്തി പറഞ്ഞു. പക്ഷേ സ്വഭാവോക്തിയെ ആണ് അദ്ദേഹത്തിന് അത്ര കണ്ട് അലങ്കാരം എന്നുള്ള നിലയ്ക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് ആണെന്ന് പറയുന്നത് അതായിരുന്നു. സ്വഭാവോക്തിയെ അംഗീകരിക്കാത്ത ആലങ്കാരികനാണ് ഭാമകൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അലങ്കാരങ്ങളെ സിദ്ധാന്ത പദവിയിലേക്ക് ഉയർത്തിയ ആചാര്യൻ ഭാമകൻ തന്നെയായിരുന്നു. അലങ്കാര പ്രസ്ഥാനത്തിലെ തന്നെ ആദ്യ കൃതിയായിട്ട് കാവ്യാലങ്കാരത്തെ കാണുന്നതിൽ തെറ്റില്ല. അതിൽ മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കൂടി. എന്നാൽ അതേസമയം കാവ്യഗുണങ്ങളെക്കുറിച്ച് അതിനെ ഒരു സിദ്ധാന്ത മണ്ഡലത്തിലേക്ക് ഉയർത്തിയത് ദണ്ഡിയായിരുന്നു. അദ്ദേഹം അന്ന് ഉണ്ടായിരുന്ന പല കാവ്യങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് കാവ്യശാസ്ത്രകാരന്മാരിൽ പ്രഥമഗണനീയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ദണ്ഡി. വാക്ക് എന്ന ജ്യോതിസാണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് എന്നാണ് ദണ്ഡി പറഞ്ഞിട്ടുള്ളത്. സംസ്കൃതത്തിലായിരുന്നു അദ്ദേഹം രചന നിർവഹിച്ചിരുന്നത്. ഗുണങ്ങളെക്കുറിച്ചുള്ള വിശദമായ ചർച്ച അദ്ദേഹത്തിൻ്റെ കാവ്യാദർശം എന്ന ഗ്രന്ഥത്തിൽ കാണുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് ഒരു അവസരത്തിൽ നമ്മൾ ഗുണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വിശദീകരിക്കാം. എന്നാൽ അതേസമയം കാവ്യത്തിൻ്റെ ആത്മാവ് രീതിയാണെന്ന് സിദ്ധാന്തിച്ചുകൊണ്ട് അരങ്ങത്തെത്തിയ ആളാണ് വാമനൻ. വാമനൻ്റെ രീതിചിന്ത പ്രകടമാകുന്ന കൃതി എന്ന് പറയുന്നത് കാവ്യാലങ്കാര സൂത്രവൃത്തിയാണ്. വാമനൻ്റെ കാവ്യാത്മാവിനെക്കുറിച്ചുള്ള രീതി ചർച്ച എന്ന പേരിൽ പ്രസിദ്ധമാവുകയും ചെയ്തു. രീതിരാത്മാ കാവ്യസ്യ എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്, നിർവചനത്തിൽ പറയുന്നത്. അപ്പോൾ രീതി എന്ന് പറഞ്ഞാൽ വിശിഷ്ട പദരചനാ രീതി എന്നാണ്. വിശിഷ്ടമായ പദരചനയാണ് രീതി. അപ്പോൾ അതിലെ വൈശിഷ്ട്യം എന്ന് പറഞ്ഞാൽ വിശേഷ ഗുണാത്മ. അത് വിശേഷം എന്ന് പറഞ്ഞാൽ അത് ഗുണമാണ്, ഗുണങ്ങളോട് കൂടിയതായിരിക്കണം. ഗുണം എന്ന് പറയുമ്പോൾ അത് ഏത് ഗുണങ്ങളെന്ന് അപ്പോൾ മാധുര്യം, സുകുമാരത, അർത്ഥവ്യക്തി ഉദാരത എന്ന് പറഞ്ഞിട്ട് ഗുണങ്ങൾ ഒട്ടേറെ ഉണ്ട്. 10 ഗുണങ്ങളാണ് നമ്മുടെ ദണ്ഡി പറയുന്നത്. എന്നാൽ അതേസമയം വാമനൻ അത്രയും
ദീർഘിപ്പിക്കുന്നില്ല. മാത്രമല്ല ഈ ഗൗഡീയ, പാഞ്ചാലി, വൈദർഭി എന്നീ രീതികളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിനകത്തെല്ലാം ഉൾക്കൊള്ളുന്നുണ്ടെന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. വാമനൻ കൂട്ടിച്ചേർത്ത ഒരു രീതി എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് പറഞ്ഞു വന്ന രീതികൾ വൈദർഭി, ഗൗഡീയ ഇവയോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്ത് പാഞ്ചാലി എന്നൊരു രീതി, പാഞ്ചാല ദേശത്ത് പ്രചരിച്ചിരുന്ന രചനാ സമ്പ്രദായം എന്നുള്ള രീതിയിൽ പാഞ്ചാലി എന്നൊരു രീതി കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ടായി. വിശിഷ്ടമായ പദരചനയാണ് രീതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം നിർവചിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം വാമനൻ അങ്ങനെ പറയുമ്പോൾ ദണ്ഡി പറയുന്നത് അതിനെ ഈ രീതിയെ മാർഗം എന്ന പേര് ആണ്. വാമനൻ പറയുന്ന രീതിയെ ദണ്ഡി ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് മാർഗം എന്ന പേരിട്ടാണ് വീക്ഷിക്കുന്നത്. രീതിക്ക് സംഘടന, അതായത് പദങ്ങളുടെ ഉചിതമായ ഒത്തിരി പ്രാധാന്യം. സംഘടന എന്നാണ് ആനന്ദവർദ്ധനൻ പറഞ്ഞത്, ധന്യാലോകം രചിച്ച ആനന്ദവർദ്ധനൻ പറഞ്ഞു. വാമനനാണെങ്കിൽ രീതിക്ക് അടിസ്ഥാനമായിട്ട് കാണുന്നത്, രീതിയുടെ അടിസ്ഥാനം വിശിഷ്ട രചനാ രീതി, അതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ഗുണാത്മ, വിശേഷോ ഗുണാത്മ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആനന്ദവർദ്ധനാണെങ്കിൽ രീതിക്ക് നിയാമകം എന്ന് പറയുന്നത് സമാസമാണെന്ന് പറയും, ഉചിതമായ പദങ്ങളുടെ ചേർച്ചയാണ്. അതാണ് ആനന്ദവർദ്ധനൻ്റെ. പിൽക്കാലത്ത് ഈ വൈദർഭി, ഗൗഡി, പാഞ്ചാലി എന്നീ രീതികൾക്കൊപ്പം പുതുതായിട്ടൊരു രീതി കൂടി കൂട്ടിച്ചേർത്തു മറ്റൊരാചാര്യൻ. അത് രുദ്രടനായിരുന്നു. രുദ്രടനും കാവ്യാലങ്കാരം എന്ന് പറഞ്ഞ കൃതിയാണ് എഴുതിയത്. ഭാമകൻ എഴുതിയ കാവ്യാലങ്കാരമല്ല, രുദ്രടൻ്റെ കാവ്യാലങ്കാരം പ്രത്യേകം. അതിൽ അദ്ദേഹത്തിൻ്റെ ഇതനുസരിച്ച് ഒരു ലാഡീയ എന്നൊരു രീതി കൂടി സ്വീകരിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ വാമനൻ താൻ കൂട്ടിച്ചേർത്ത പാഞ്ചാലി രീതിയെ മാധുര്യ സൗകുമാര്യ ഉപപന്ന എന്നാണ് നിർവചിക്കുന്നത്. പാഞ്ചാലി രീതിയെ മാധുര്യ സൗകുമാര്യ ഉപപന്ന എന്നാണ്. വാമനൻ്റെ ആ പക്ഷത്ത് ദശഗുണ സമ്പന്നമായ രീതി എന്ന് പറയാവുന്നത് 10 ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന രീതി വൈദർഭി രീതിയാണ് വാമനൻ പറയുന്നത്. 10 ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന രീതി വൈദർഭി രീതിയാണ് പറയുന്നത്. പക്ഷേ കവി സ്വഭാവം അനുസരിച്ച്, കവിയുടെ വീക്ഷണമനുസരിച്ച് രീതി ചിന്ത നടത്താൻ തയ്യാറായ ആചാര്യനാണ് കുന്തകൻ. വക്രോക്തിയുടെ വക്താവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം കവി സ്വഭാവം അനുസരിച്ച് രീതി ചർച്ച നടത്തിയ ആചാര്യനുമാണ്. ഭാരതീയ കാവ്യശാസ്ത്ര പദ്ധതിയിൽ യഥാർത്ഥത്തിൽ കാൽപ്പനികമായൊരു സമീപനം കൈക്കൊണ്ട വ്യക്തി കുന്തകൻ്റെ രീതി ചർച്ചയിലൂടെയാണ് കാൽപ്പനികമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായത്. കുന്തകൻ പ്രധാനമായിട്ട് കൽപ്പിക്കുന്ന രീതികളെന്ന് പറയുന്നത് സുകുമാരം, വിചിത്രം, മധ്യമം തുടങ്ങിയ രീതികളാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പന്ഥാവാണ്. അതുകൊണ്ടാണ് കാൽപ്പനിക സമീപനം സ്വീകരിച്ച ആചാര്യനെന്ന് പറയുന്നത്. കുന്തകൻ കൽപ്പിക്കുന്ന രീതികൾ അതാണ്: സുകുമാരം, വിചിത്രം, അതുപോലെ തന്നെ മധ്യമം. നാട്യശാസ്ത്രത്തിൽ രസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വാമനനെയും ദണ്ഡിയെയും ഭാമകനെയും രുദ്രടനെയും ഒക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ഇവരെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പോൾ അതിരിക്കട്ടെ. അപ്പോൾ നാട്യശാസ്ത്രത്തെക്കുറിച്ച് എല്ലാത്തിൻ്റെയും ആധാരം എന്ന് പറയുന്നത് നാട്യശാസ്ത്രമാണല്ലോ. രസത്തെക്കുറിച്ച് മുനി പറയുന്നത് രസനൈവ സർവം ജീവതി കാവ്യമെന്നാണ്. എല്ലാം രസത്തിൽ അധിഷ്ഠിതമാണ്. കാവ്യൻ്റെ ജീവൻ ഇരിക്കുന്നത് അതിലാണ്. വിഭാവാനുഭാവ വ്യഭിചാരി സംയോഗാത് രസനിഷ്പത്തി എന്ന സൂത്രപ്രകാരം വിഭാവങ്ങൾ ചേർന്ന് അനുഭാവങ്ങളോട് ലയിച്ച് വിചാരിഭാവങ്ങളിലൂടെ, വിചാരിഭാവം അല്ലെങ്കിൽ സഞ്ചാരിഭാവം, അതിലൂടെ രസം നിഷ്പന്നമാകുന്നു. അത് കവിത ആസ്വദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാടകം അല്ലെങ്കിൽ നൃത്തം ആസ്വദിക്കുന്ന സമയത്ത് സംഭവിക്കുന്നതാണ്. അതിൽ വിഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 തരം വിഭാവങ്ങളുണ്ട് ആ നാട്യത്തിൽ: ആലംബന വിഭാവവും ഉദ്ദീപന വിഭാവവും. അതേക്കുറിച്ച് നമ്മൾ രസസൂത്ര വ്യാഖ്യാനത്തിൽ വിശദമായിട്ട് സംസാരിക്കും. അപ്പോൾ അനുഭാവങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 2-3 വിധത്തിൽ വരും. മാനസികമായിട്ടുള്ള അനുഭാവങ്ങളുണ്ട്, കായികമായിട്ടുള്ള അനുഭാവങ്ങളുണ്ട്, സാത്വികമായിട്ടുള്ള അനുഭാവം. അതാണ് ഇനി വ്യഭിചാരി ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ വന്നും പോയും കൊണ്ടിരിക്കുന്ന ചില ഭാവങ്ങളാണ്. സ്തംഭം, സ്വേദം, രോമാഞ്ചം എന്നിങ്ങനെ തുടങ്ങിയ 33 തരം ഭാവങ്ങളുണ്ടെന്ന് നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്.
അപ്പോൾ വിചാരിഭാവങ്ങൾ എന്ന് പറയുന്നത് അതാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഭാവം. വിചാരിഭാവങ്ങൾക്ക് പ്രകർഷേണയുള്ള സാത്വിക അനുഭവങ്ങളിൽ പ്രളയം എന്നുള്ള ഒരു എണ്ണം കൂടെ വരുന്നുണ്ട്. ഈ 33 പറയുന്നുണ്ട്. അതിൽ ഒന്ന് സാത്വികം. ആ സാത്വികത്തിൽ പലതും വിഭാഗങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പ്രളയം എന്ന് പറയുന്നു. പ്രകർഷേണയുള്ള ലയം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പ്രളയം എന്ന വാക്ക്. അല്ലാതെ നമ്മുടെ മറ്റേ വെള്ളം കൊണ്ടുണ്ടാകുന്ന പ്രളയമല്ല, പ്രകർഷേണയുള്ള ലയമാണ് പ്രളയം. അശ്രുപ്രളയം എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. പ്രകർഷേണയുള്ള ലയം ആണ്. രസസിദ്ധാന്തത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതിൽ ഉൽപ്പത്തിവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ഭട്ടരുള്ളടനാണ്. അപ്പോൾ അതിൻ്റെ ഓരോരുത്തരെയും പിന്നെ ഓരോ ആചാര്യന്മാരും ഏത് രീതിയിലാണ് രസത്തിൻ്റെ ആ നിർവചനത്തെ നോക്കിക്കണ്ടതെന്നുള്ളത് വ്യക്തമാണ്. ഇത് അഭിവ്യക്തിവാദമാണ് വളരെ പ്രസിദ്ധമായത്. ലൊല്ലടൻ ഉൽപ്പത്തിവാദം സ്ഥാപിക്കുന്നത് രജ്ജു സർപ്പന്യായം മുൻനിർത്തിയാണ്. കയറ് കണ്ട് പാമ്പ് എന്ന് തോന്നും പോലെ ആസ്വാദകൻ അങ്ങനെ കണ്ട് അതാണെന്ന് ധരിച്ച് ആണ് രസം നിഷ്പത്തി വരുത്തുന്നതെന്നുള്ള അർത്ഥത്തിലാണ് വ്യാഖ്യാനം ലൊല്ലടൻ്റെ ഉൽപ്പത്തിവാദത്തിൽ പറയുന്നത്. ശങ്കുകനാണെങ്കിൽ അനുമിതിയാണ്. ശങ്കുകൻ്റെ വാദം എന്ന് പറയുന്നത് അനുമിതിവാദമാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ചിത്രതുരക ന്യായം, യഥാർത്ഥത്തിൽ കുതിരയെ കണ്ടില്ലെങ്കിലും ചിത്രം കാണുമ്പോൾ അത് യഥാർത്ഥ കുതിരയായിട്ട് തോന്നുന്നു. അപ്പോൾ ആ ചിത്രതുരക ന്യായം അനുസരിച്ചാണ് ശങ്കുകൻ സിദ്ധാന്തത്തെ വ്യാഖ്യാനിച്ച് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ശങ്കുകൻ്റെ അനുമതിവാദമാണ്. അനുമതിവാദം ഒന്ന് കണ്ടിട്ട് അത് അതിലുണ്ട് എന്ന് ഊഹിക്കുന്ന. ഇപ്പോൾ പുക അതുകൊട്ടെ പിന്നീട് പറയാം. ഭുക്തിവാദത്തിൻ്റെ ആചാര്യനാണ് ഭട്ടനായകൻ. ഭട്ടനായകൻ്റേതാണ് ഭുക്തിവാദം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ രസാസ്വാദനത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഭട്ടനായകൻ പറയുന്നത് സാധാരണീകരണമാണ്. അപ്പോൾ അവിടെ അഭിധായകത്വം, ഭാവകത്വം, ഭോജകത്വം എന്നീ വ്യാപാരങ്ങൾ നടക്കുന്നതായി പറയും. അതുവഴിയാണ് സാധാരണീകരണം സാധിക്കുന്നത്. അഭിധായകത്വവും ഭാവകത്വവും ഭോജകത്വവും എന്നീ വ്യാപാരങ്ങൾ വഴിയാണ് സാധാരണീകരണം സ്ഥാപിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അഭിവ്യക്തിവാദം അഭിനവഗുപ്തനാണ് അവതരിപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്ഥായി ഭാവമാണ് രസമായിട്ട് ആസ്വദിക്കപ്പെടുന്നത് എന്ന് കൃത്യമായി വ്യക്തമായി അദ്ദേഹം പറയും. രസാസ്വാദനത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത് ചർവണയാണ്. അത് നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് അതിനെ ഉൾക്കൊണ്ട് അതിൽ ലയിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവമാണ് ആ സ്ഥായി രസമായിട്ട് പരിണമിക്കുന്ന പ്രക്രിയ. പ്രത്യഭിജ്ഞാ ദർശനത്തിൻ്റെ വക്താവായിട്ടൊരാൾ വന്നിട്ടുണ്ട്, സിദ്ധസോമാനന്ദൻ എന്നാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നീട് കൂട്ടിച്ചേർത്തൊരു രസമുണ്ട്, ശാന്തം എന്നൊരു രസം. പിന്നീട് അഭിനവഗുപ്തൻ തന്നെ ആ ശാന്തത്തെ മഹാരസം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ശൃംഗാരം എന്ന രസത്തിന് സംഭോഗം ശൃംഗാരവും വിപ്രളംബ ശൃംഗാരവും എന്നുള്ള വിഭജനം രുദ്രടൻ തന്നെ കൽപ്പിച്ച് കാണുന്നു. രുദ്രടൻ കാവ്യാവില്ല. ശാന്തരസത്തെ യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ശാന്തരസത്തെ അവതരിപ്പിച്ചത് ഉദ്ഭടാചാര്യനായിരുന്നു. ഉദ്ഭടാചാര്യനാണ് ശാന്തരസത്തെ അവതരിപ്പിച്ചത്. പിന്നീട് അഭിനവഗുപ്തൻ അത് അംഗീകരിക്കുകയും അതിനെ മഹാരസം എന്ന് വിളിക്കുകയും ചെയ്തു. പിന്നെ രുദ്രടൻ ശാന്തരസത്തെ ആദ്യമായി അവതരിപ്പിച്ചത് കൂടാതെ ശാന്തരസത്തെ ഇതായിട്ട് അവതരിപ്പിച്ചത് ഉദ്ഭടനാണ് ശാന്തരസത്തെ പൊതുവായിട്ട് അവതരിപ്പിച്ചത്. അത് അഭിനവഗുപ്തൻ അംഗീകരിക്കുകയും അതിനെന്തെന്ന് വിളിക്കുകയും ചെയ്തു, പിന്നെ മഹാരസം എന്ന് വിളിക്കുകയും ചെയ്തു. പക്ഷെ രുദ്രടൻ കൂട്ടിച്ചേർത്ത പുതിയ രസം എന്ന് പറയുന്നത് പ്രേയസ് എന്ന് പറഞ്ഞൊരു രസമാണ് രുദ്രടൻ കൂട്ടിച്ചേർത്തത്. അപ്പോൾ എല്ലാ രസവും കരുണത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് ഭവഭൂതി വ്യക്തമാക്കുന്നുണ്ട്. ഭവഭൂതി അദ്ദേഹത്തിൻ്റെ ഉത്തരരാമചരിതം എന്ന നാടകം അതിനെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് രചിച്ചിട്ടുമുണ്ട്. പക്ഷെ വിശ്വനാഥ കവിരാജൻ, സാഹിത്യദർപ്പണം എഴുതിയ വിശ്വനാഥ കവിരാജൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ പ്രധാന രസം എന്ന് പറയുന്നത് അത്ഭുതമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വിശ്വനാഥ കവിരാജൻ്റെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണത്. അദ്ദേഹം കാവ്യത്തിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും വിശദമായിട്ട് ഉദാഹരണ സഹിതം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് 2 ഭാഗമായിട്ട് സാഹിത്യദർപ്പണത്തിൽ. അപ്പോൾ അതിലെ സാന്ദർഭികമായിട്ട് അദ്ദേഹം ഇതിനെ
പ്രധാന രസമായിട്ട് അത്ഭുതത്തെ കണക്കാക്കുന്നു. പക്ഷെ പിൽക്കാലത്ത് കാവ്യത്തിൻ്റെ ആത്മാവിനെ കുറിച്ചുള്ള ഈ ചർച്ചകളുടെ ഒരു അന്തിമഘട്ടത്തിലേക്ക് അടുത്ത സന്ദർഭത്തിലാണ് ധ്വനിയാണ് കാവ്യത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദവർദ്ധനാചാര്യർ കടന്നു വരുന്നത്. ധ്വന്യാലോകം. പിൽക്കാലത്ത് നമ്മുടെ അഭിനവഗുപ്തൻ അതിനും ഒരു വ്യാഖ്യാനം ചമച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ധ്വന്യാലോക ലോചനം എന്ന പേരിൽ അഭിനവഗുപ്തൻ അതിനും ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഇവിടെ ആനന്ദവർദ്ധനൻ്റെ ധ്വന്യാലോകം. അപ്പം ആനന്ദവർദ്ധനാണ് യഥാർത്ഥത്തിൽ കാവ്യത്തിൻ്റെ ആത്മാവ് ധ്വനിയാണ് എന്നുള്ളൊരാശയം നമ്മുടെ ഈ കാവ്യശാസ്ത്ര ചർച്ചാവേളയിൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒരു വ്യതിയാനമാണ്. അതുവരെയുള്ള ചിന്താപദ്ധതികളുണ്ട്. അഭിനവഗുപ്തൻ ഈ ലോചനം എഴുതിയതിന് ശേഷമാണ് അതിന് കൂടുതൽ പ്രചാരം സിദ്ധിച്ചതെന്നുള്ളതാണ് സത്യം. ധ്വനിക്ക് ആസ്പദമായിട്ടുള്ളത് വ്യഞ്ജനയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യഞ്ജന യഥാർത്ഥത്തിൽ വ്യംഗ്യം തന്നെയാണ്. ആ ശബ്ദവ്യാപാരങ്ങൾ പറയുന്നിടത്ത് പറയുന്നുണ്ടല്ലോ, അഭിധ, ലക്ഷണ, വ്യഞ്ജന എന്നിങ്ങനെ ആണ് വ്യാപാരങ്ങൾ എന്ന് പറയുന്നത്. അഭിധയിൽ എല്ലാ അർത്ഥവും അടങ്ങിയിരിക്കുന്നു എന്നാണ് അഭിഹിതാന്വയവാദികൾ പറയുന്നത്. അഭിധയിൽ എല്ലാ അർത്ഥവും അടങ്ങിയിരിക്കുന്നു. അഭിധ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാവും. അതാണ് അഭിധാർത്ഥ ബോധനം. ലക്ഷണ എന്ന് പറഞ്ഞാൽ ഒരു പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥത്തിന് ഒരു തടസ്സം ഉണ്ടായിട്ട് മറ്റൊരു അർത്ഥത്തിൽ എത്തിച്ചേരും. പക്ഷെ വിശേഷിച്ചൊന്നും അതിനില്ല. ഒരാൾ നടന്നു വരുന്ന കാണുമ്പോൾ ആ മോഹൻലാൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആ രൂപസാദൃശ്യം കൊണ്ടാണ് മോഹൻലാൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത് ലാക്ഷണികമായിട്ട് പറയുന്നതാണ്. അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ എന്തെങ്കിലും ഭാവഹാവാദികൾ ഉള്ള വ്യക്തിയായി അപ്പോൾ എന്തെങ്കിലും ഓരോ ലക്ഷണം അങ്ങനെ ലാക്ഷണികമായിട്ട് പറയുന്നതിനെയാണ് ലക്ഷണം. എന്നാൽ അതേസമയം മറ്റേ വ്യംഗ്യം എന്ന് പറയുമ്പോൾ, വ്യഞ്ജകം എന്ന് പറയുമ്പോൾ രണ്ടാമത് ലാക്ഷണികമായിട്ട് തോന്നുന്ന അർത്ഥവും കടന്ന് മറ്റൊരർത്ഥം തോന്നുന്നുവെങ്കിൽ മാത്രമേ അതെന്താവുകയുള്ളൂ, വ്യംഗ്യമാവുകയുള്ളൂ. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, ഭ്രമധാർമ്മിക വിശ്രദ്ധ സശുനകവും മാരുതസ്തേന ഗോദാവരി നദീകുലവാസിന നൃത്തസ്മൃഹേന എന്ന ഉദാഹരണം നമ്മുടെ ആനന്ദവർദ്ധനാചാര്യർ തന്നെ കൊടുക്കുന്നുണ്ടെന്നാണ് ഓർമ്മ. അതായത് ഗോദാവരി നദീതടത്തിൽ അഹങ്കരിച്ച് നടന്ന സിംഹത്തെ അവിടെ കാവൽ നിന്ന നായയെ സിംഹം കടിച്ചു കൊന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭീകരനായ സിംഹം അവിച്ച് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതാര് പറയുന്നതാ? കാമുകനെ കാണാനായി എത്തിയ കാമുകി കാമുകനെ എവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. ആ സ്ഥലത്തിരിക്കുന്ന സന്യാസി അവിടെ നിന്നും മാറുന്നതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. അല്ലയോ മുനിവര്യ, ഇവിടെ മതിച്ച് നടന്ന പിന്നെ സിംഹത്തെ നായയെ ഇവിടെ കാവിൽ നിന്ന് നായയെ മതിച്ച് നടന്ന സിംഹം കടിച്ചു കൊന്നിരിക്കുന്നു, അങ്ങ് രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഗർഭിഷ്ഠനായ സിംഹം, ദൃപ്തസിംഹം. അപ്പോ ആ വാക്ക് കേട്ട് അദ്ദേഹം ജീവൽ ഭയം കൊണ്ട് അവിടെ നിന്നും സ്ഥാനം മാറി പോയി. തൻ്റെ ഒപ്പം വന്ന ആൾക്കാരെ കാത്തു നിൽക്കുകയാണെന്ന് ആ യുവതി പറയുന്നു. അപ്പം അവിടെ താങ്കൾ ദേവിയത് ഇവിടെ നിന്ന് മാറും, എനിക്ക് ഇവിടെ വേറെ ആവശ്യമുണ്ട് എന്ന് പറയുന്നതിന് പകരമാണ് അവിടെ അപ്പോൾ അവിടെ അഭിതാർത്ഥവും ലക്ഷണാർത്ഥവും ഒന്നും തന്നെ വരാതെ നേരെ വ്യംഗ്യാത്മകമായിട്ടുള്ളൊരു അർത്ഥത്തിലേക്ക് മറ്റതെല്ലാം ബാധിതമായിക്കൊണ്ട് പോകും. ആനന്ദവർദ്ധനാചാര്യ. പക്ഷെ കാവ്യത്തിലൊക്കെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ, സന്തതം കിരണാത്മശോഭ, അങ്ങനെ നമ്മുടെ കവിതയിൽ നിന്നൊക്കെ നമ്മൾ അതിൻ്റെ ധ്വനിയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയിൽ അത് നമുക്ക് സംസാരിക്കാം. ആനന്ദവർദ്ധനു മുമ്പ് വാക്കിൻ്റെ ധ്വന്യാത്മകതയെക്കുറിച്ച് ചിന്തിച്ച ആൾക്കാരുണ്ടായിരുന്നു. ആനന്ദവർദ്ധനു മുമ്പ് ഭർതൃഹരി വാക്കിൻ്റെ ധ്വന്യാത്മകതയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. കാവ്യത്തിൽ വ്യംഗ്യത്തെക്കാൾ വാച്യം ചമത്കാര ഹേതുവായി മാറിയാൽ അത് ഗുണീഭൂത വ്യംഗ്യം എന്ന കാവ്യവിശേഷമായിട്ട് മാറും. കാവ്യത്തിൽ വ്യംഗ്യത്തെക്കാൾ വാച്യം ചമത്കാര ഹേതുവായാൽ അത് ഗുണീഭൂത വ്യംഗ്യം എന്ന വിശേഷമായിട്ട് മാറും. അപ്പോൾ അതാണ് പിന്നെ അഭിധാലക്ഷണ വ്യഞ്ജന വ്യാപാരങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. നമുക്ക് ആ ഒരു പ്രതീതി, ആ ഒരു അർത്ഥബോധനം ഉണ്ടാകുന്നത്. അപ്പോൾ കവിതയുടെ ആത്മാവ് ധ്വനിയാണ്. പിന്നെ ധ്വനിക്ക് തന്നെ ഉപവിഭാഗങ്ങൾ കൽപ്പിക്കുന്നുണ്ട്.
അവിവക്ഷിത വാച്യത്വനി, വിവക്ഷിത അന്യപര വാച്യത്വനി, പിന്നെ സംരക്ഷ്യക്രമി, അസംരക്ഷ്യക്രമത്വനി. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ ഈ ശബ്ദവ്യാപാരങ്ങൾക്ക് തന്നെ ഉപവിഭാഗങ്ങളുണ്ട്. ലക്ഷണയ്ക്ക് ഉപവിഭാഗങ്ങളുണ്ട്, അഭിധയ്ക്കുണ്ട്, അതുപോലെ തന്നെ മറ്റേ ഉണ്ടല്ലോ വ്യഞ്ജനയ്ക്കുണ്ട്. അപ്പോൾ അഭിധാമൂല വ്യഞ്ജന, ലക്ഷണമൂല വ്യഞ്ജന ഇങ്ങനെ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നെ ചർച്ച ചെയ്യാം. നമ്മളിപ്പോൾ കാവ്യശാസ്ത്ര ഒരു മേഖലയെക്കുറിച്ച് സാമാന്യമായിട്ട് മനസ്സിലാക്കി പോവുക മാത്രമേ ചെയ്യുള്ളൂ. വൃത്തത്തിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് ക്ഷേമേന്ദ്രൻ സുഹൃത്ത് തിലകം എന്ന കൃതിയിൽ പറയുന്നുണ്ട്. ക്ഷേമേന്ദ്രൻ്റെ കൃതിയാണ് സുഹൃത്ത് തിലകം. സമയമാതൃക എന്നൊരു കൃതിയും അദ്ദേഹം രചിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുഹൃത്ത് തിലകത്തിലെ വൃത്തത്തിൻ്റെ ഔചിത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഔചിത്യ വിചാര ചർച്ച, അതും ക്ഷേമേന്ദ്രൻ്റേതാണ്. ഔചിത്യ വിചാര ചർച്ച, അതിൽ കാവ്യത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഔചിത്യമാണ് എന്ന് പറയുന്നുണ്ട്. ഔചിത്യം എന്ന പേര് യഥാർത്ഥത്തിൽ ഈ പേരാദ്യം നിർദ്ദേശിച്ചത് രുദ്രടനായിരുന്നു. ഔചിത്യം എന്ന പേര് നിർദ്ദേശിച്ചത്, ഔചിത്യത്തെ ഒരു സിദ്ധാന്തമാക്കി ഉയർത്തിയത് ക്ഷേമേന്ദ്രനായിരുന്നു. പേര് നിർദ്ദേശിച്ചത് രുദ്രടനായിരുന്നു. അപ്പോൾ ഇവരെല്ലാം പരസ്പരം ബന്ധപ്പെട്ട ഈ മേഖലയിൽ സംഭാവനകൾ നൽകിയവരും അതിനോടൊപ്പം വ്യവഹരിച്ചിരുന്നവരുമാണ്. ഇവരെല്ലാം തന്നെ ആ പഴയ കാലത്തെ ശൈവം വൈഷ്ണവം എന്നിങ്ങനെയൊക്കെ വിഭജിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായി നിന്നിരുന്നവരായിരുന്നു. അവരാണ് കാവ്യശാസ്ത്ര മേഖലയിൽ കൂടുതൽ സംഭാവനകൾ നൽകിയത്. അത് ഭരതൻ്റെ നാട്യശാസ്ത്രമൊക്കെ ചർച്ച ചെയ്യേണ്ടി വന്ന സന്ദർഭങ്ങളിലായിരിക്കാം അവർ ഒരു രീതിയിൽ കവിതയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കവിത എഴുതുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നൃത്യവും നാട്യവും ഒക്കെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ എഴുതിയത്. അവിനാഭാവജ്ഞാനപൂർവകമായി ഒന്നിൽ നിന്ന് മറ്റൊന്നിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുക. അവിനാഭാവജ്ഞാനപൂർവകമായി ഒന്നിൽ നിന്ന് മറ്റൊന്നിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് അനുമാന സിദ്ധാന്തത്തിൻ്റെ കാതൽ. അനുമാന സിദ്ധാന്തം മഹിമഭട്ടൻ്റെയാണ്. മഹിമഭട്ടൻ്റെ വ്യക്തിവിവേകം എന്ന കൃതിയിലാണ് അനുമാന സിദ്ധാന്തത്തെ കുറിച്ച് വിവരിക്കുന്നത്. പിന്നെ യഥാർത്ഥത്തിൽ രസധ്വനി സിദ്ധാന്തം പിന്നീട് വരുന്നതാണ്. രസം ധ്വനിക്കപ്പെടുന്നതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നു. അത് രാമായണത്തിൻ്റെ അങ്കിരസം കരുണമെന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ആനന്ദവർദ്ധനൻ തന്നെ അത് കണ്ടെത്തി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സമഗ്രമായി ഒരു കൃതിയെ സമഗ്രമായി വിലയിരുത്താൻ വേണ്ടി സ്വീകരിച്ചു പോകുന്ന ഒരു സിദ്ധാന്തമായിട്ട് രസധ്വനി സിദ്ധാന്തത്തെ നമുക്ക് കരുതാം. മഹാഭാരതത്തിൻ്റെ അങ്കിരസം ഏതാണെന്ന് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ അവസാനം ഏറ്റവും ഒടുവിൽ ആനന്ദവർദ്ധനൻ്റെ നിരീക്ഷണം അനുസരിച്ച് അത് ശാന്തമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രസധ്വനിയിൽ എല്ലാ സിദ്ധാന്തങ്ങളും വന്ന് അന്തർഭവിക്കും എന്നാണ് അഭിനവഗുപ്തൻ പറയുന്നത്. ഈ വക്രോക്തി സിദ്ധാന്തം അവതരിപ്പിച്ച ആളാണല്ലോ കുന്തകൻ. അദ്ദേഹം പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചതാണ് വക്രോക്തി സിദ്ധാന്തം. അപ്പോൾ അത് രസാത്മകതയ്ക്ക് അടിസ്ഥാനം വക്രതയാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ കാതൽ. രസാത്മകതയുടെ അടിസ്ഥാനം വക്രതയാണ് എന്നാണ് കുന്തകൻ അഭിപ്രായപ്പെടുന്നത്. അതായത് വൈദഗ്ധ്യ ഭംഗി ഫണിതി തന്നെയാണ് കുന്തകൻ്റെ അഭിപ്രായത്തിൽ വക്രത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വക്രോക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈദഗ്ധ്യ ഭംഗി ഫണിതി, വിദഗ്ധമായിട്ട് അതിനെ രൂപകൽപ്പന ചെയ്യാനുള്ള കഴിവ്. ഭാരതീയ കാവ്യശാസ്ത്രത്തിൽ പിന്നെ കവി, കാവ്യം, സഹൃദയ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആഹ്ലാദിപ്പിക്കുകയും ഉപദേശിക്കുകയുമാണ് യഥാർത്ഥത്തിൽ കാവ്യത്തിൻ്റെ ധർമ്മമെന്ന് പൊതുവിൽ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. പൂർവ്വസൂരികളുടെ എല്ലാം അഭിപ്രായങ്ങളെ അപ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ആചാര്യന്മാരുണ്ടല്ലോ, ഇവരുടെ എല്ലാ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഈ കാവ്യത്തിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ആധികാരികമായൊരു ഗ്രന്ഥം രചിക്കുന്നത് മമ്മടഭട്ടനാണ്. അദ്ദേഹത്തിൻ്റെ കാവ്യപ്രകാശം വളരെ പ്രസിദ്ധമാണ്. സംസ്കൃത വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൽ എല്ലാ മുൻകാല എഴുത്തുകാരുടെയും സിദ്ധാന്തങ്ങളെ കുറിച്ചുള്ള ഒരു ക്രോഡീകരണം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഭാരതീയ കാവ്യശാസ്ത്ര പദ്ധതിയിലെ പ്രധാന കാവ്യഹേതുക്കൾ എന്ന് പറയുന്നത് കാവ്യത്തിൻ്റെ ഹേതുക്കൾ, കാവ്യത്തിൻ്റെ പ്രയോജനം ആഹ്ലാദവും ഉപദേശവുമാണെങ്കിൽ കാവ്യത്തിൻ്റെ ഹേതുക്കൾ എന്ന് പറയാവുന്നത് പ്രതിഭയും അഭ്യാസമാണ്. നൈസർഗികീച്ച പ്രതിഭാച്ച സ്വതം ച ബഹുനർമ്മലം അമന്തശ്ചാപി യോഗോശ്ച കാരണം കാവ്യസമ്പദ എന്നൊക്കെയാണ് നിർവഹിച്ചിട്ടുള്ളത്. കവിത്വബീജം പ്രതിഭാനം എന്ന് പറഞ്ഞ ആചാര്യൻ വാമനനായിരുന്നു. നൈസർഗിക പ്രതിഭയെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് ദണ്ഡിയായിരുന്നു. പ്രതിഭയ്ക്ക് ശക്തി എന്ന പേര് നൽകിയത് രുദ്രടനായിരുന്നു. അപ്പോൾ പ്രതിഭ, വ്യുൽപ്പത്തി, അഭ്യാസം എന്നിവയാണല്ലോ കാവ്യഹേതുക്കളായിട്ട് പറയുന്നത്, കാവ്യകാരണങ്ങളായിട്ട്.
പറയുന്നത്. അപ്പോൾ രുദ്രടൻ്റെയും ദണ്ഡിയുടെയും ഒക്കെ അഭിപ്രായങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലോകരഞ്ജകം കാവ്യം കൽപ്പാന്തരസ്ഥായി എന്നാണ് ദണ്ഡി പറയുന്നത്. ഭാരതീയ കാവ്യശാസ്ത്രത്തിലെ പ്രധാന കാവ്യഹേതുക്കൾ എന്നുള്ള സങ്കല്പം പ്രതിഭയും അഭ്യാസവുമാണ്. നൈസർഗിക പ്രതിഭയെക്കുറിച്ച് പറയുന്നത് ദണ്ഡിയാണ്. കവിത്വബീജം പ്രതിഭാനം എന്ന് പറഞ്ഞത് വാമനനാണ്. പ്രതിഭയ്ക്ക് ശക്തി എന്ന പേര് നിർദ്ദേശിച്ചത് രുദ്രടനായിരുന്നു. രുദ്രടൻ കൽപ്പിക്കുന്ന മറ്റ് വിഭജനങ്ങൾ എന്ന് പറയുന്നത് സഹജയും ഉൽപാദ്യയുമാണ്. പിന്നീട് വേറെയും കൽപ്പിക്കുന്നുണ്ട്. നവനവോന്മേഷം നമ്മുടെ രാജശേഖരനൊക്കെ പുതിയ വിഭജനങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സഹൃദയൻ്റെ പക്ഷത്തു നിന്നുള്ള പ്രതിഭയും അതുപോലെ തന്നെ രചയിതാവിൻ്റെ പക്ഷത്തു നിന്നുള്ള പ്രതിഭയും കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. കാരയിത്രി എന്നും ഭാവയത്രി എന്നുമൊക്കെ. അത് യഥാർത്ഥത്തിൽ രാജശേഖരൻ്റെ സങ്കല്പമാണ്. നവനവോന്മേഷശാലിനി പ്രജ്ഞാ പ്രതിഭ എന്നാണ് ഭട്ടതൗതൻ്റെ നിർവചനം. നവനവോന്മേഷശാലിനി പ്രജ്ഞാ പ്രതിഭ എന്ന് ഭട്ടതൗതൻ പറയുന്നുണ്ട്. നാമൃഷി കവി എന്ന സാരവത്തായ വാക്കും ഭട്ടതൗതൻ്റെതാണ്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഓർമ്മിച്ചിരിക്കുക. രാജശേഖരൻ പ്രതിഭയെ കാരയത്രി എന്നും ഭാവയത്രി എന്നും തിരിക്കുന്നു. സഹൃദയന് ഉണ്ടായിരിക്കേണ്ടതാണ് ഭാവയത്രി എന്ന പ്രതിഭ. എന്നാൽ കാരയത്രി എന്ന അത് എഴുത്തുകാരന് അല്ലെങ്കിൽ കവിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രതിഭയാണെന്നും പറയുന്നു. ആചാര്യൻ അതിനെ തന്നെ കാരയത്രിയെ തന്നെ സഹജയെന്നും ആഹാരി എന്നും ഔപദേശികി എന്നും ഒക്കെ വിഭജിക്കുന്നുണ്ട്. കാവ്യാനുകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാവ്യശാസ്ത്ര ഗ്രന്ഥമാണ് കാവ്യമീമാംസ. കാവ്യമീമാംസ എഴുതിയത് രാജശേഖരൻ. സഹജ പ്രതിഭയുള്ള എഴുത്തുകാരന് നൽകുന്ന ഒരു പേരുണ്ട്, സാരസ്വതൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. വിമല പ്രതിഭാശാലിനി എന്ന് സഹൃദയനെ വിശേഷിപ്പിച്ചത് അഭിനവഗുപ്തൻ തന്നെയായിരുന്നു. സരസ്വത്യാസ്തത്വം കവിഹൃദയാഖ്യം വിജയതേ എന്നിങ്ങനെ അഭിനവഗുപ്തൻ നിരീക്ഷിക്കുന്നുണ്ട്. ആസ്വാദകന് പ്രതിഭ വേണമെന്ന് പറഞ്ഞ ആചാര്യൻ രാജശേഖരനായിരുന്നു, കാവ്യമീമാംസയുടെ ആചാര്യനായ. രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം എന്നാണ് കാവ്യത്തെ ജഗന്നാഥ പണ്ഡിതൻ ഉപയോഗിച്ചത്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ എല്ലാ നിർവചനങ്ങളും സിദ്ധാന്തങ്ങളും വാദങ്ങളും ഒക്കെ ഈ ഒരൊറ്റ വരിയിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയാം. ജഗന്നാഥ പണ്ഡിതൻ്റെ രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം, രസഗംഗാധരം എന്ന വളരെ പ്രൗഢഗംഭീരമായ പുസ്തകമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ശബ്ദാർത്ഥവും സഹിതവും എന്ന് ഉള്ള ആ ഒരു നമ്മുടെ ഭാമകൻ്റെ നിർവചനത്തെ സാധൂകരിക്കുന്നതാണ് നമ്മുടെ വിശ്വനാഥൻ്റെ വാക്യരസാത്മകം കാവ്യം എന്നുള്ള നിർവചനം. ശബ്ദാർത്ഥവും സഹിതവും കാവ്യമെന്ന് ഭാമകൻ പറഞ്ഞു. എന്നാൽ അലങ്കാരം എന്നുള്ളത് സൗന്ദര്യമാണ് എന്നാണ് വാമനൻ്റെ പക്ഷം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വൈകാരികമായിട്ടുള്ള ഒരു ഉത്തേജനവും അതുപോലെ തന്നെ നമ്മുടെ പാശ്ചാത്യ സങ്കല്പം അനുസരിച്ചുള്ള കഥാർസിസ്, വികാര വിരേചനവും ഒക്കെ സംഭവിപ്പിക്കുന്നതിന് ഈ രസസിദ്ധാന്തം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃതികളെയും അതുപോലെ തന്നെ കലകളെയും ഒക്കെ വിലയിരുത്തുവാൻ കഴിയും എന്നുള്ളത്. ഏതായാലും നമ്മൾ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ